വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SIRൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണവുമായി AK മഷ്റഫ് MLA രംഗത്ത്. 7 പേരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാൻ BJP നേതാവ് പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയിൽ കഴമ്പില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇവരെ ഹിയറിംഗിന് വിളിച്ചിരിപ്പിക്കുകയാണ്. നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന മണ്ഡലത്തിൽ UDF വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാൻ ഇത്തരത്തിൽ BJPയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു അന്തർധാര പ്രവർത്തിക്കുന്നതായി AK മഷ്റഫ് MLA ആരോപിച്ചു. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഞങ്ങൾ ഇന്ന് മീഡിയകളെ കാണുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് SIRും വോട്ട് തള്ളലൊക്കെയാണ്. മഞ്ചേശ്വരം മണ്ഡലം BJPക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ 2016-ലും 2021-ലും മിസ്സായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 16-ൽ 89 വോട്ടിനാണ് BJP തോറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെ വോട്ടുകൾക്കാണ് BJP മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. SIRന്റെ പ്രക്രിയ ആരംഭിച്ച നാളെ തൊട്ട് UDFന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വോട്ട് ചേർക്കാൻ, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ മികച്ച ക്യാമ്പയിൻ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലത്തിൽ, ബൂത്ത് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 128 ആ ബൂത്തിലെ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം, SIRന്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് ARO ഞാനൊരു പരാതിയുമായി അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ബൂത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ 128-ാമത്തെ ബൂത്തിൽ BJPയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ട അദ്ദേഹം 90ഓളം വോട്ടുകൾ തള്ളാൻ ഒരു അപേക്ഷയുമായി വന്നിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങനെ ഫിസിക്കലായി വാങ്ങാൻ കഴിയില്ല, ഓൺലൈനായി അദ്ദേഹത്തോട് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ആ ടൈം അവസാനിക്കുന്ന സമയത്ത് 7 പേരെ കൃത്യമായി BJPയുടെ ഔദ്യോഗിക പോസ്റ്റ് ലഭിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലക്കാരനായ ലോകേഷ് നോണ്ട എന്ന് പറയുന്ന ഒരാൾ 7 പേരെ വോട്ട് തള്ളാൻ വേണ്ടി ഫോം 7 വെച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ മീഡിയകളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വേദനയോടുകൂടി ആ 7 പേരും ഇന്ന് ഹിയറിംഗിന് വേണ്ടി മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ EROയുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ഞങ്ങളേറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ജനിച്ചത്, വളർന്നത്, ജീവിതകാലം മുഴുവനും അദ്ദേഹം വോട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനല്ല എന്നാണ് BJPയുടെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചിട്ടുള്ളത്. മറ്റ് 6 പേര് പെർമനന്റ്ലി ഷിഫ്റ്റഡ് എന്നാണ്. ആസ്മ, സഫിയ, സുബൈദ, ഈ പറയുന്ന കുബ്ര, ഇവരൊക്കെ 60-70-ലെത്തിയ ജീവിതത്തിൽ ഒരു പക്ഷെ 5, 6, 7 പ്രാവശ്യം പഞ്ചായത്തിനും ബ്ലോക്കിനും ലോക്സഭക്കും നിയമസഭയ്ക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളെയാണ് BJP കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോട്ട് തള്ളണമെന്ന് BJPയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് ആക്ട് 1960 കൃത്യമായി പറയുന്നുണ്ട്, ഒരാളുടെ ഏതെങ്കിലും രീതിയിൽ ഒരു വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കടമ്പില്ല എന്ന് തോന്നിയാൽ അവർ റിജക്ട് ചെയ്യണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, BLOക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, AROക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, കടമ്പില്ലാത്ത ഈ ഒരു പരാതി വെച്ച് ഈ 60-70 ആളുകളെ ഹിയറിംഗിന് വിളിച്ചത് തെറ്റല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? BJPയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഞാൻ 7 ആളുകൾ ഇന്ന് ഹിയറിംഗിന് വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും കേസ് ഫയൽ ചെയ്യും. 1960-ലെ ഏറ്റവും കൃത്യമായി പറയുന്നത് ആ ആക്ടിൽ ഒരാൾ വ്യാജ പരാതി കൊടുത്താൽ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. UDFന്റെ ബഹുമാനരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട അജിത് മരിക്കയും മഞ്ജു അണ്ണനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിന്ന് ഔദ്യോഗികമായി പരാതി കൊടുക്കും, അദ്ദേഹത്തിനെതിരെ കേസിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്ത് 18 വയസ്സ് പൂർത്തിയായ ആളുകളെ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകി എല്ലാവരുടെയും വോട്ട് ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിൻ ക്യാമ്പസുകളിൽ, ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലും ധാരാളം ആളുകൾ വോട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി
ഞങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വോട്ടിന് അപേക്ഷിച്ചു. BLO പരിശോധനയിൽ കറക്റ്റ് എന്ന് തെളിഞ്ഞു. താലൂക്ക് പരിശോധന കഴിഞ്ഞു. ജില്ലാ കളക്ടറേറ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫൈനല്ല എന്ന കാരണം കൊണ്ട് നിരസിക്കുകയാണ്. എത്ര ആളുകളാണ് അതിന്റെ പേരിൽ ഹിയറിംഗിന് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഡോക്യുമെന്റ്സ് കൃത്യമായി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിസ്സാര കാര്യം പറഞ്ഞ് അവരുടെ വോട്ടുകൾ കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തള്ളുകയാണ്.